വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സ്നേഹാമസ് ആണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നു സ്വദേശ് എന്ന് പറയുന്നത് അല്ലേ. സ്വദേശ് എന്ന് പറയുന്ന ഒരു കവിതയായിരുന്നു. നമുക്ക് ഗായാ പ്രസാദ് ശുക്ല എഴുതിയിട്ടുണ്ടായിരുന്ന കവിതയാണ് പഠിക്കാനുണ്ടായിരുന്നത്. അതിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പേരിൽ തന്നെ ഉണ്ട് സ്വദേശ്, ദേശ് കി പ്രതി പ്രേം അല്ലേ. ദേശിനോട് നമുക്കുള്ള പ്യാർ അല്ലെങ്കിൽ പ്രേം, അതിനൊക്കെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം, അതായത് നിങ്ങൾക്ക് 2 മാർക്സിനോ അല്ലെങ്കിൽ 1 മാർക്സിനോ ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ ലൈൻസിൻ്റെ മത്ലബ് എന്ന് പറയുന്നത്, അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഈ ലൈൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, ഇസ്ക താല്പര്യ ക്യാ ഹെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആൻസർ എഴുതണം എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. നോക്കിക്കേ, ഇതിൽ ആദ്യം തന്നിട്ടുള്ളത് എന്താണ്? പങ്ക്തിയം പടേ അപ്പന വിചാർ സാച്ചാ കരേ. പങ്ക്തിയം ലൈൻസ് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നിങ്ങളുടെ വിചാർ എന്താണ്, നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായത് എന്നുള്ള കാര്യം സാച്ചാക്കരെ വെച്ച് എന്താണ് ഷെയർ ചെയ്യൂ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കാം, നമുക്ക് ഓരോ ലൈൻസ് ആയിട്ട് വായിക്കാം. നമ്മുടെ കവിതയിലുള്ള അതേ ലൈൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുറച്ച് ഭാഗങ്ങളുണ്ടാവും. ആ ഒരു ലൈൻസ് വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നോക്കാം, നമുക്ക് ലൈൻസ് ആദ്യം വായിക്കാം. നിശ്ചിത് ഹേ നിസംശയ നിശ്ചിത്, ഹേ ജാൻ ഏക് ദിൻ ജാനിക്കോ, ഹേ കാൽ ദീപ് ജൽതാ ഹർദം, ജൽ ജാനാ ഹേ പരിവാനോക്കോ. ഓക്കെ, ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. നമ്മളിതിൽ പറയുന്നത് നിശ്ചിത് ഹേ നിസംശയ നിശ്ചിത്, വിത്തൗട്ട് ഡൗട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു ദിവസം എല്ലാവരും എന്താവും? എല്ലാവരും മരിക്കാനുള്ളതാണ്. അങ്ങനെയാ പറയുന്നത് അല്ലേ. എല്ലാവരും ഒരു ദിവസം മരിക്കും. പക്ഷേ നമ്മൾ എങ്ങനെ മരിക്കണം എന്നാണ് ഈ കവിതയിലൂടെ പറയുന്നത്? സ്വദേശത്തിനോട് നമ്മൾ സ്നേഹം കാണിച്ച്, സ്വദേശികളോട് നമ്മൾ സ്നേഹം കാണിച്ച്, സ്വദേശത്തിന് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്തുകൊണ്ട് വേണം നമ്മൾ മരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേശത്തിന് വേണ്ടി തൻ്റെ സ്വന്തം ജീവൻ, അപ്പനാ ജീവൻ കുർബാൻ കർനെ കേലിയെ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാവണം. ത്യാഗ് കർനെ കേലിയെ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാകണം എന്ന് പറഞ്ഞു തരുന്ന 4 ലൈൻസ് ആണിത്. പോലെ നോക്കുക, നമ്മുടെ ഒരു ക്യാൻഡിൽസ് ഒക്കെ എത്തിച്ച് വെച്ചിട്ട് നോക്കുക. ഒരു ക്യാൻഡിൽസ് നമ്മളുണ്ട്, ആ ക്യാൻഡിൽസിന് ചുറ്റും എന്തുണ്ടാവും? ഒരുപാട് ഇൻസെക്ട്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും? ചില സമയം ഈ ഒരു തീയുടെ ഉള്ളിൽ പെട്ട് മരിച്ചു പോകും അല്ലേ, ചത്തുപോകും അല്ലേ. അപ്പോൾ അങ്ങനെ, അതായത് ക്യാൻഡിൽസ് കാലമാകുന്ന, ടൈമാകുന്ന ക്യാൻഡിൽസിൽ അല്ലെങ്കിൽ ദീപക്കിൻ്റെ ഉള്ളിൽ പെട്ട് മരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. ഒരു മോത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു ഇൻസെക്റ്റിനെ പോലെ സ്വദേശത്തിന് വേണ്ടിയിട്ട് ആഗിലേക്ക് ചാടി മരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. അങ്ങനെ ചാടി മരിക്കണം എന്നൊന്നല്ല ഉദ്ദേശം. എന്താണ്? സ്വന്തം ലൈഫ് ത്യജിക്കണം. ആർക്ക് വേണ്ടി? നമ്മുടെ സ്വദേശത്തിന് വേണ്ടി എന്ന് പറഞ്ഞു തരുന്ന ഒരു ലൈനാണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം എന്നുള്ളതാണ് മിസ് പറഞ്ഞു തരുന്നത്. നോക്കിക്കേ, ഇതാണ് ഇതിൻ്റെ വ്യാഖ്യ അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ശ്രദ്ധിച്ച്, ഇങ്ങനെ തന്നെ പഠിക്കാൻ വേണ്ടി മക്കൾ നോക്കാം. പ്രസ്തുത് പങ്ക്തിയോമേ തന്നിരിക്കുന്ന ആ ലൈൻസിൽ കവി കഹ്നാ ചാഹതാ ഹൈ കി, കവി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏക് ദിൻ, ഒരു ദിവസം ഉണ്ടല്ലോ, ഹം സബ് കി മൃത്യു നിശ്ചിത് ഹേ. ഹം സബ് കി, നമ്മളെല്ലാവരുടെയും മൃത്യു എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്നത്, ഡെത്ത് എന്ന് പറയുന്നത് നിശ്ചിത് ഹേ, നിശ്ചിതമാണ്, എന്തായാലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ജേസി പർവാന ദീപക് മി ജൽ ജാത്താ ഹേ. പർവാന മീൻസ് എന്താണ്? മോത്താണ്, അല്ലെങ്കിൽ നമുക്ക് ഇൻസെക്ട്സ് എന്നൊക്കെ പറയാം അല്ലേ. ഇൻസെക്ട്സ് എങ്ങനെയാണോ നമ്മുടെ ദീപക്കിൻ്റെ ഉള്ളിൽ ജൽ ജാത്താ ഹേ, അതിൻ്റെ ഉള്ളിൽ വിട്ട് എന്താണ് എരിഞ്ഞു പോകുന്നത്, അതേപോലെ ഉസി പ്രകാർ ഹമേ ബി, നമ്മളും എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? അപ്നി ദേശ് കേലിയെ, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ സ്വദേശത്തിന് വേണ്ടിയിട്ട് കാൽ രൂപി ദീപക് മേ, ടൈമിൻ്റെ രൂപത്തിലുള്ള, കാൽ രൂപി മീൻസ് എന്താണ്? ടൈമിൻ്റെ, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ടൈമിൻ്റെ രൂപത്തിലുള്ള ഈ ഒരു ദീപക്കിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? ജൽനെ കേലിയെ, എരിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാകണം എന്ന് പറയാം അല്ലേ. തയ്യാർ രഹന ചാഹിയേ മീൻസ് എന്താണ്? നമ്മുടെ ഈ ഒരു ലോകത്തിന് വേണ്ടി, നമ്മുടെ സ്വദേശത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ജീവൻ കുർബാൻ കർനെ കേലിയെ അല്ലെങ്കിൽ നമ്മൾ ത്യാഗ് കർനെ കേലിയെ തയ്യാറായിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതെന്തായാലും എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഇതേപോലെ ലൈൻസ് തരണം എന്നില്ല, വേറെ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷെ എന്താണ്? ആൻസർ ഇതായിരിക്കും ഏകദേശം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നമ്മുടെ ലൈൻസ് ഒന്നും കൂടി നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം. സബ് കുച്ച് ഹേ അപ്നെ ഹാത്തോ മേ, ക്യാ തൂപ്പ് നഹി തൽവാർ നഹി, വ ഹൃദയ നഹി ഹേ പത്തർ ഹേ ജിസ്മേ സ്വദേശ് കാ പ്യാർ നഹി. ഈ 2 ലൈൻസ് നമ്മുടെ ഈ ഒരു സ്വദേശ് എന്ന് പറയുന്ന കവിതയിൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. നോക്കിക്കേ, വ ഹൃദയ നഹി ഹേ പത്തറാണ് എന്താണ്? ജിസ്മേ സ്വദേശ് കാ പ്യാർ നഹി, സ്വദേശത്തിനോട് പ്യാർ, ഒരു പ്രേം കാണിക്കാത്ത ഹൃദയ് അല്ലെങ്കിൽ ദിൽ എന്ന് പറയുന്നത് പത്തർ ജേസാ ഹേ, ഒരു പത്തർ പോലെയാണ്, ഒരു സ്റ്റോൺ പോലെയാണ് എന്ന് പറയുന്ന ലൈൻ അല്ലേ. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് ഇതാണ്.
സബ് കുച്ച് ഹേ അപ്നെ ഹാത്തോമേ, നമ്മുടെ കയ്യിൽ എന്താണ്, എല്ലാം ഉണ്ട്. അതായത് തോപ്പ് ഹേ തോപ്പ് നഹി തൽവാർ നഹി. നമുക്ക് തോപ്പ് വെച്ചതാണ് ക്യാനോൺ ആണ് ഉദ്ദേശിച്ചത് അല്ലെ. ക്യാനോൺ അല്ലെങ്കിൽ എന്താണ്, സ്വാഡാണ് നമ്മുടെ എന്ത് ഉദ്ദേശിച്ചത്, തൽവാർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലേ. നമുക്ക് തൽവാറോ തോപ്പോ ഒന്നും അല്ല വേണ്ടത്, നമ്മുടെ ഹാത്തിൽ എന്തുണ്ട്, നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്, എന്തുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ഇത് കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ലൈൻസ് ആണ്. നമുക്ക് പല രീതിയിലും ഇതിൻ്റെ അർത്ഥം ലഭിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു അർത്ഥം കറക്റ്റ് എന്താണ് പറയുന്നത് എന്നുള്ളത് മക്കൾ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അപ്പോൾ നോക്കിക്കേ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, അർത്ഥം എന്ന് പറയുന്നത്. പ്രസ്തുത പങ്ക്തിയോമേ, തന്നിരിക്കുന്ന ലൈൻസിൽ എന്താ പറയുന്നത് നമ്മുടെ കവി കഹനാ ചാഹത്താ ഹൈ കി, നമ്മുടെ കവി പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ യദി ഹമാരെ ഭീതർ, ഒരു പക്ഷേ നമ്മുടെ ഭീതർ മീൻസ് എന്താണ്, നമ്മുടെ ഇൻസൈഡ്, നമ്മുടെ ഈ ഒരു ഉള്ളിൽ അല്ലേ, നമ്മുടെ ദില്ലിൻ്റെ ഉള്ളിൽ ആത്മബൽ എന്തൊക്കെയാണ് വേണ്ടത്, ആത്മബൽ. സാഹസ് മീൻസ് എന്താണ്, കറേജ് ആണ് അല്ലേ, കറേജ്, ആത്മബൽ. പിന്നെന്താണ്, ദേശഭക്തി മീൻസ് എന്താണ്, ദേശ് കി പ്രതി പ്യാർ. ഇതിൻ്റെ ഒക്കെ ഒരു ഭാവം ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു ഇമോഷൻ നമുക്കുണ്ടെങ്കിൽ, അതായത് നമുക്ക് നല്ല സാഹസ്, നമുക്കൊരു നല്ല കറേജ് ഉള്ള ഒരു വ്യക്തിയാണ് നമ്മൾ, ആത്മബലം ഉള്ള വ്യക്തിയാണ്, ദേശത്തിനോട് നമ്മൾ സ്നേഹം കാണിക്കുന്ന ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല, അതായത് ഒരു അസ്ത്രൻ്റെയും ശസ്ത്രൻ്റെയും ആവശ്യമില്ല. അതായത് തുഹമേ ന തോപ്പിക്ക് ആവശ്യകത ഹേ, തോപ്പിൻ്റെ ആവശ്യമില്ല, ക്യാനൻസിൻ്റെ ആവശ്യമില്ല. ഓർ ന തൽവാർ കി, സ്വാഡ്സിൻ്റെ ആവശ്യമില്ല. നമുക്ക് തോപ്പിൻ്റെയോ ആരുടെയോ തൽവാറിൻ്റെയോ ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ എന്തുണ്ടെങ്കിൽ ആത്മബൽ, ദേശ് കി പ്രതി പ്രേം, പിന്നെന്താ പറയുന്നത്, സാഹസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇത് തെറ്റി വായിക്കാൻ വേണ്ടി ഒരുപാട് ചാൻസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ എന്താണ്, തോപ്പും തൽവാറും ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ എന്ന് നിങ്ങൾക്ക് ചിന്ത വരാൻ വളരെ സാധ്യത കൂടുതലാണ്. നമ്മുടെ കവി ഇതൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ, യുദ്ധം ചെയ്യുന്നൊന്നല്ല ഉദ്ദേശിച്ചത്. നമുക്ക് എന്ത് വേണ്ട, നമ്മുടെ അസ്ത്രം ശസ്ത്രത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, നമുക്ക് നമ്മുടെ ആത്മബൽ, ദേശത്തിനോടുള്ള സ്നേഹം, പിന്നെ എന്തൊക്കെയാണ്, സാഹസ് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗം എന്തായാലും എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ പറയുന്ന ഭാഗം എന്താണ്, നമ്മൾ എപ്പോഴും പറയുന്ന സംഭവം എന്താണ്, വഹൃദയ് എന്തല്ല പത്തർ, വഹൃദയ് പത്തർ ഹേ, എങ്ങനത്തെ പത്തറായിരിക്കും, എന്ത് ഹൃദയമായിരിക്കും പത്തറായിട്ടുള്ളത്, സ്വദേശ് കി പ്രതി പ്രേം കാണിക്കാത്ത ഹൃദയം എന്ന് പറയുന്നത് സ്റ്റോൺ ജയ്സാ ഹേ എന്ന് പറയുന്ന ഭാഗം അല്ലേ. ജിൻ ഹൃദയവുമേ ദേശ് കി പ്രതി, ഏത് ഹൃദയത്തിലാണോ ദേശത്തിനോട്, ദേശ് കി പ്രതി മീൻസ് എന്താണ്, ദേശത്തിനോട് എന്നുള്ള അർത്ഥമാണ് അല്ലേ. ദേശ് കി പ്രതി പ്രേം യാ സമർപ്പൺ, സ്നേഹമോ അല്ലെങ്കിൽ സമർപ്പണ ബോധമോ, അതായത് സ്വന്തം ജീവൻ ഫുള്ള് ദേശത്തിന് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള, അത്രയ്ക്കും സമർപ്പൺ ബോധമുള്ള, അതാണ് ഉദ്ദേശം അല്ലേ. സമർപ്പൺ ബോധമോ പ്രേമോ ഇല്ലാത്തത് അവൻ്റെ ഹൃദയം എങ്ങനെയായിരിക്കും, വേ ഹൃദയ് പറ്റക്കി തറ, ഒരു സ്റ്റോണ് പോലെ നിർജീവ് മീൻസ് എന്താണ്, ഒരു ജീവൻ ഇല്ലാത്ത, നിർജീവ് മീൻസ് എന്താണ്, ജീവൻ ഇല്ലാത്തത് എന്നുള്ള അർത്ഥമാണ് അല്ലേ. നിർജീവമായിരിക്കും. ഭാവനാഹീൻ, ഇമോഷൻലെസ് ആയിരിക്കും. ഭാവനാഹീൻ എന്ന് വെച്ചാൽ ഒരു ഇമോഷനും ഇല്ലാത്ത, ഒരു എന്താണ്, ഒരു തരി പോലും സ്നേഹവും കരുണയും ദയയും ഒന്നും ഇല്ലാത്ത ഒരു നിർജീവ വസ്തുവിനെ പോലെ ആയിരിക്കും അങ്ങനെയുള്ള ആളുകളുടെ ഹൃദയം എന്നാണ് പറയുന്നത് അല്ലേ. സ്വദേശ് കി പ്രതി പ്രേം, അല്ലെങ്കിൽ ദേശവാസിയോട് പ്രേം, അല്ലെങ്കിൽ എന്താണ്, മനുഷ്യത്വം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുടെ ദിൽ എന്ന് പറയുന്നത് കേട്ടോ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ ലൈൻസ് എൻ്റെ മക്കൾ നോക്കുക. അപ്പോൾ ഈ 3 ലൈൻസ് എന്താണ്, ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ലൈൻസ് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ 1, 2 ഒരു 2 ഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ലൈൻസ് നമുക്ക് തന്നിട്ടുള്ള ഒന്ന് നോക്കാം. ശ്രദ്ധിച്ചേ, ജോ ബറാ നഹി ഹേ ബാവോസെ ബഹത്തി ജിസ്മേ രസ്ദാർ നഹി, വർ ഹൃദയ നഹി ഹേ പത്തർ ഹേ ജിസ്മേ സ്വദേശ് കാ പ്യാർ നഹി. ഇതിൽ ഈ ഭാഗം നമുക്ക് ഓക്കെയാണ്. ഈ 2 ആൾക്കാരാണ് നമുക്ക് അറിയാത്തതുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു സാധനം എന്താ ഉദ്ദേശിച്ചുള്ളത്, രസ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ എന്താ ഉദ്ദേശിച്ചത്, രസമാണോ, നമ്മുടെ കറി ആയിട്ടുള്ള രസമാണോ ഉദ്ദേശിച്ചത്, അല്ല. രസം എന്ന് വെച്ചാൽ നമ്മൾ ഡാൻസ് കളിക്കുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവും എന്താണ്, നമുക്ക് ഒരുപാട് രസങ്ങളില്ലേ, കരുണ, ദയ, പിന്നെ നമ്മൾ സന്തോഷത്തിൻ്റെ, അങ്ങനെയൊക്കെ ഒരുപാട് രസങ്ങൾ നമ്മുടെ മുഖത്ത് നമ്മൾ കാണിക്കാറുണ്ട് അല്ലേ. ആ ഒരു രസമായിട്ട് മക്കൾ വിചാരിക്കുക, അതായിട്ട് ആലോചിക്കുക കേട്ടോ. അതായത് പറഞ്ഞിട്ടുള്ള വാക്ക് ഇതാണ്, ജോ ബറാ നഹി ഹേ ബാവോസെ, ഇമോഷൻ കൊണ്ട്, ഭാവങ്ങൾ കൊണ്ട് നിറയാത്തവൻ്റെ മനസ്സ് എന്ന് പറയുന്നവിടെ, അതായത് അവൻ്റെ മനസ്സിൽ രസ് മീൻസ് എന്താണ്, കരുണ, ദയ, പ്രേം, ഖുഷി, ഇതൊക്കെയാണ് ഉദ്ദേശം കേട്ടോ. ഇതിൻ്റെ ഒന്നും ഒരു ധാര പോലും ഒഴുകത്തില്ല. ധാര മീൻസ് എന്താണ്, ഡ്രോപ്സ് എന്നുള്ള അർത്ഥമാണ്. ഒരു ഡ്രോപ്പ് പോലും ഒഴുകത്തില്ല. നോക്കിക്കേ, പറയുന്നത് എന്താണ്, ബഹത്തി ജിസ്മേ രസ്ദാർ നഹി, രസിൻ്റെ, അതായത് കരുണ, ദയ, പ്രേമിൻ്റെ ഒരു ധാര പോലും എവിടെ ഒഴുകത്തില്ല. അങ്ങനെ ഇമോഷണൽസ് ആയിട്ടുള്ള ആളുകൾ
ആളുകളുടെ മനസ്സിൽ ഒഴുകത്തില്ല. ദേശത്തിനോട് സ്നേഹം കാണിക്കാത്തവൻ്റെ അല്ലെങ്കിൽ ദേശവാസികളെ ഹെൽപ്പ് ചെയ്യാൻ ആവാത്തവൻ്റെ മനസ്സ് എന്ന് പറയുന്നതിൽ എന്തുണ്ടാവില്ല? കരുണ, ദയ, ഖുഷി ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഇമോഷൻസിൻ്റെയും ഒരു ധാര പോലും ഒഴുകത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്സ് കേട്ടോ. അപ്പോൾ നോക്കാം, നമുക്ക് ഇത് എന്ത് ചെയ്യാം, വ്യാഖ്യയായിട്ട് പറയാം. ശ്രദ്ധിച്ചേ. പ്രസ്തുത പങ്ക്തിയോമി തന്നിരിക്കുന്ന ലൈൻസിൽ കവി കഹ്ന ചാഹത്താ ഹൈ കി നിങ്ങളുടെ വിചാർ സാച്ചാ കരേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എഴുതുന്നല്ലേ, ഇതുകൊണ്ട് ഇതാണ് ഉദ്ദേശിച്ചത് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. കവി കഹ്ന ചാഹത്താ ഹൈ കി കവി പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ജിസ് ഹൃദയമേ സംവേദന നെയ് ഹോത്തി, ഏത് ഹൃദയത്തിലാണോ സംവേദന, ഇമോഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്തത്, ഉസ്മേ ഖുഷി സന്തോഷം, കരുണ, ദയ, പ്രേം ജैसी भावनाओं की धार भी नहीं बह सकती അല്ലേ. അങ്ങനെയുള്ള ഭാവം, കരുണ, ദയ, പ്രേം, ഖുഷി എന്നുള്ള ഇതൊക്കെ നമ്മുടെ ഓരോ ഇമോഷൻസ് ആണല്ലേ. ഈ ഇമോഷൻസിൻ്റെ ഒരു ധാര പോലും, ഡ്രോപ്പ് പോലും എവിടെ ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള ആളുകളുടെ മനസ്സിൽ നെഹി ബഹ് ശക്തി, ഒഴുകാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഡ്രോപ്പ് പോലും ഒഴുകത്തില്ല. ഇത് നമ്മൾ സാധാരണ പറയുന്ന ഒരു തുള്ളി പോലും ഒഴുകത്തില്ല എന്നൊക്കെ പറയില്ല, അതേപോലെ കേട്ടോ. അപ്പോൾ നോക്കാം, അതാണ് പിന്നെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. പിന്നെ ഈ 2 ലൈൻസിൻ്റെ അർത്ഥം പിന്നെ നമുക്കൊക്കെ അറിയാം എന്താണ്? ജിൻ ഹൃദയോമേ ദേശ് കി പ്രതി പ്രേം യാ സമർപ്പൻ नहीं होता, ഏത് ഹൃദയത്തിലാണോ ദേശിനോട് പ്രേം അല്ലെങ്കിൽ പ്യാർ, സമർപ്പൺ ബോധ് ഇല്ലാത്തത്, ഉസ് ഹൃദയ എന്ന് പറയുന്നത്, ഉസ് വ്യക്തിക്ക് ഹൃദയ എന്ന് പറയുന്നത്, വേ ഹൃദയ എന്ന് പറയുന്നത് പത്തക്കി തറ, പത്തർ പോലെ നിർജീവ് ഓർ ഭാവനാഹീൻ ഹോത്ത അല്ലേ. നോക്കിക്കേ, നിർജീവമായിരിക്കും അല്ലെങ്കിൽ ഇമോഷൻലെസ് ആയിട്ടുള്ള ഹൃദയമായിരിക്കും. നിന്റെ ഹൃദയം കല്ലാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ, അതേപോലെ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4ാമത്തെ നമ്മുടെ ലൈൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ലൈൻസ് ആണ്. ഇതിൻ്റെയും വ്യാഖ്യ അല്ലെങ്കിൽ സാരാംശം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നോക്കാം. ഉസ് പർ ഹേ നഹി പസി ജാജു ക്യാ ഹി വഹ് ഭൂഖ ഭാർ നഹി, എന്താ ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ പസീജ മീൻസ് എന്താണ്? പസീജ മീൻസ് നമ്മുടെ പസീന എന്നുള്ളത് തന്നെയാണ്, സ്വെറ്റ് എന്നുള്ള അർത്ഥമാണ് അല്ലേ, നമ്മൾ വിയർപ്പ് എന്നുള്ള അർത്ഥമാണ് അല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ ദേശത്തിന് വേണ്ടി, ഇവിടെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മുടെ ദേശത്തിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും സ്വന്തം വിയർപ്പ്, സ്വന്തം പസീന ഒഴുക്കാൻ തയ്യാറാവാത്തവൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഈ ഭൂമിക്കൊരു ഭാരമായിരിക്കും. അവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. സ്വന്തം ദേശത്തിന് വേണ്ടി ഒന്നിനും കഴിയില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞില്ലേ. അങ്ങനെയുള്ള ആളുകൾ എന്താണെന്ന് പറയുന്നത്? നമ്മുടെ ഭൂമിക്ക് ഒരു ഭാരമാണ്, ഈ ദേശത്തിനൊരു ഭാരമാണ് എന്നാണ് പറയുന്നത്. നോക്കിക്കേ, ഭൂക്ക ഭാരനഹി, നമ്മുടെ ഭൂമിയിലൊരു ഭാരമല്ലേ അങ്ങനെയുള്ള പേഴ്സൺസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഉദ്ദേശം. നോക്കിക്കേ, എന്താണ്? സ്വന്തം ദേശത്തിന് വേണ്ടി പസീജ പോലും ഒഴുക്കാൻ ആവാത്തവൻ എന്ന് പറയുന്നത് ഈ ഭൂമിക്കൊരു ഭോജാണ്, ഒരു ഭാരമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വ്യാഖ്യം അതനുസരിച്ചിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക അല്ലേ. നോക്കിക്കേ, എന്താണ്? പ്രസ്തുത പങ്ക്തിയോമേ കവി കഹ്ന ചാഹത്താ ഹൈ കി, കവി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ജിസ് വ്യക്തി ഏത് വ്യക്തിയാണോ ദേശ് കെ ലിയെ, നമ്മുടെ സ്വന്തം ദേശത്തിന് വേണ്ടിയിട്ട് പസീന മീൻസ് എന്താണ്? നമുക്ക് അറിയാം, സ്വെറ്റ് ആണ്, വിയർപ്പാണ് അല്ലേ. വിയർപ്പ്, പസീജ ഒരു പസീന 2 ഈക്വൽ ആണ് കേട്ടോ. പസീനെ ബഹാനെ കെ ലിയെ ഒഴുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. തയ്യാർ നഹി ഹോത്തെ, തയ്യാറാവാത്തവൻ. ഉസ് വ്യക്തി എസ് ധർത്തിക്ക് എക് ബോജ് ഹെ, ഉസ് വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു ധർത്തിക്ക്, ഈ ഒരു ഭൂമിക്ക് എന്തായിരിക്കും? ഒരു ബോജായിരിക്കും, ഒരു ബോജ് തന്നെയായിരിക്കും അല്ലേ. സ്വന്തം ജീവികളെ, സ്വന്തം സഹജീവികളെ, സ്വന്തം ദേശത്തിനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ, അതിനുവേണ്ടി ഒന്നും ചെയ്യാതെ വളരെ സെൽഫിഷായിട്ട് ജീവിക്കുന്ന ആൾ, വേറൊന്നും ചെയ്യാതെ അല്ലേ. അങ്ങനെയുള്ള ആൾക്കാർ ഭൂമിക്ക് എന്തായിരിക്കും? നമുക്കൊരു ബോജ് തന്നെയാണ് എന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് 5ാമത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോളാം മക്കള്. ജിൻമേക്കി ഗസാനെ ഗോലെ ഹെ, യെസ്, ഗസാനെ എന്ന് നമ്മൾ പറയാറുണ്ട്, ഗജാനെ എന്നും പറയാറുണ്ട് കേട്ടോ. ശരിക്കും ഗസാനെ എന്നുള്ളൊരു വാക്കാണ് കറക്റ്റ്. നമ്മൾ പക്ഷേ എന്താണ് കുറച്ച് നോർത്തിലോട്ടൊക്കെ നമ്മൾ ഗജാനെ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതും കൂടി മക്കൾ നോക്കണം കേട്ടോ. നോക്കാം. ജിൻമേക്കി ഗജാനെ ഗോലെ ഹെ, നോക്കിക്കേ, അനുമാനിത് കർക്കെ ബതായിയെ, എന്താ പറയുന്നത്? ഇസ് പങ്ക്തി മേ, ഈ ഒരു വരികളിൽ കിസ് പ്രകാർ കെ ഗസാനെ की बात की गई है, എന്താണ് ഈ ഖസാന? ഈ ഖസാന അല്ലെങ്കിൽ ഖജാന എന്ന് പറയുന്നുണ്ട്, ട്രഷേഴ്സ്. അതിൻ്റെ മീനിങ് എന്താണ്? ട്രഷേഴ്സ് എന്നുള്ള അർത്ഥം അല്ലേ. ഈ ട്രഷേഴ്സ് എന്ന് പറയുന്നുണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? നമ്മുടെ ആ കവിതയിൽ പറയുന്നുണ്ട്, നമ്മുടെ ഇവിടെ ഒരുപാട് എന്താണ്, നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ ദേശത്ത് ഒരുപാട് ഖസാനകളുണ്ട് അല്ലെങ്കിൽ ഖജാനകളുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ഒരുപാട് ട്രഷേഴ്സ് ഉണ്ട്, കുറേ രത്നങ്ങളുണ്ട്, ഡയമണ്ട് ഉണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്? അല്ല.
വിലപിടിപ്പുള്ള കുറേ സാധനം ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചത്? അല്ല, നമ്മുടെ ട്രഷേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. യഹ ഗജാന അല്ലെങ്കിൽ ഗസാന എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥ യഹയ്ക്ക് അർത്ഥ ഇതാണ്, അതിൻ്റെ മീനിങ് ഇതാണ്. എന്താണ് മീനിങ്? ഹമാരെ ഭാരത് മേ, നമ്മുടെ ഭാരത് മേ അല്ലെങ്കിൽ ഹമാരെ ദേശ് മേ പ്രകൃതി നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത് സൂപ്പറാണ്. നമുക്ക് ഒരുപാട് ഡൈവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് നമ്മൾ അല്ലേ. പ്രകൃതി, സംസ്കൃതി നമ്മുടെ കൾച്ചർ, കല നമ്മുടെ കലയല്ലേ, നമ്മുടെ കല, ജैसे कई अनमोल चीज़ें पाई जाती है. നമ്മുടെ ഈ ഭാരതിൽ നമ്മുടെ ട്രഷേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയാണ്, നമ്മുടെ കലയാണ്, നമ്മുടെ സംസ്കൃതി, നമ്മുടെ കൾച്ചറാണ് അല്ലേ. അപ്പം ഇങ്ങനത്തെ ഒരുപാട് അൺമോൾ മീൻസ് എന്താണ്? യുണീക്ക് ആയിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് അല്ലേ. ഇങ്ങനെ ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പായേ നമുക്ക് കിട്ടുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രഷേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് പൈസയും രത്നങ്ങളൊക്കെയാണോ? അല്ല, നമ്മുടെ പ്രകൃതിയാണ്, നമ്മുടെ കലയാണ്, നമ്മുടെ സംസ്കൃതിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം? എൻ്റെ മക്കൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. കവിതയുടെ വ്യാഖ്യ അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ സാരാംശം അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചോളൂ എൻ്റെ മക്കൾ. അപ്പം ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.